Behind Woods presents Just Married Things powered by English Cafe, Ashmal Bismi, Checking Heel and Brahmins. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കഫേ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ബിസ്മി ആൻഡ് അജ്മൽ ബിസ്മി എന്റർപ്രൈസ്. ചെക്കിംഗ് ഇറ്റ്സ് മൈ ചോയ്സ്. ഹെയറോമാക്സ് മുടിയിഴകൾക്ക് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉള്ളിൽ നിന്നും പുറമേ നിന്നും. ബ്രാഹ്മിൻസ് എ വെജിറ്റേറിയൻ പ്രോമിസ്. ആരാ? ആദി. ഏട്ടാ. ആരാ ബാല? ആഹാ, നീയാണോ? കേറി വാടാ. എന്താടാ ഒരു കള്ളലക്ഷണം? ചേട്ടായി, ഞങ്ങൾ വിളിച്ചോടി വന്ന കഴിഞ്ഞോ? നീ എന്തിനാണ് അതിനെ വിളിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചേട്ടായി അല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരുള്ളേ? ഒരക്ഷരം നീ മിണ്ടരുത്. നിന്റെ തലവെട്ട് എന്ന് കണ്ടോ അന്ന് തുടങ്ങിയാണ് എൻ്റെ ഈ കഷ്ടകാലം. ചേട്ടാ തന്നെ എന്നോട് ഇത് പറയണം. ആടാ, ഞാൻ പറയും. നീ പണ്ട് കൊച്ചു പുസ്തകം വായിച്ചപ്പോഴും കുളത്തിൽ കുളിച്ചും പിടിക്കാൻ പോയപ്പോഴും ഇരയത് ഞാൻ. ഒന്നും അറിയാത്ത ഈ പാവം ഞാൻ. അത് പിന്നെ അറിവില്ലാത്ത പ്രാർത്ഥന എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലെയാണോ ഇപ്പോ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അനിക്കുട്ട. ഇതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. ആ കൊച്ചെവിടെ ഉള്ള? ആളെ ചേട്ടായിക്ക് അറിയാം. നമ്മുടെ നാട്ടില് കരിക്കച്ചവടം നടത്തുന്ന കുരിച്ചേട്ടന്റെ മോളെ ഫാൻസി. ഏത് കുണ്ടാ കുരിയച്ചൻ്റെയാ? അയ്യോ, അച്ഛൻ കൊണ്ടുവന്നല്ല. അച്ഛനാ? നീ തീർന്ന് അങ്ങേറെ കൈ കൊണ്ട് തടിമില്ലി കിടന്ന് ചാവാനാ നിന്റെ വിധി. പെട്ടിയും കിടക്കെടുത്ത് ഇപ്പൊ സ്ഥലം വിട്ടോണം എന്റെ ഫ്ലാറ്റിൽ നിന്ന്. ഗെറ്റ് ഔട്ട്. ചേട്ടായി, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇപ്പൊ കൈവിടല്ലേ. നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാ ഈ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആയി ഞാൻ തന്നെ പൊക്കോളാം. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അനിക്കുട്ട. എനിക്ക് കുറച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിട്ട് ഈ ആദി ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായോ? എത്തിക്സ്? ഇയാൾ ഈ കൊച്ചി വരുന്നേക്കാൾ മുന്നേ നാട്ടിൽ കാണിച്ച് ഉടയപ്പൊക്കെ എനിക്കറിയാം. എത്തിക്സ് പോലും. നിനക്ക് എന്താ വേണ്ടേ? എടാ, എന്തോ സംസാരിച്ചോ? എല്ലാം സെറ്റായി. നമുക്കേ ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് വേണം. അവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. ഇതുപോലെ തന്നെ ഫ്ലാറ്റ് വേണോ? നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടോ, എനിക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതിന് മാറട്ടെ. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫ്ലാറ്റ് വേറെ എടുക്കാം. അതുപോലെ അത് മതി. പിന്നെ ഞാനിവിടെ TV ഉണ്ടാവുമെന്ന് പേടിച്ച്. ഇത് നെറ്റ്ഫ്ലിക്സ് ഇട്ടോ? നെറ്റ്ഫ്ലിക്സ് ഇല്ലെങ്കിൽ നമ്മൾ ചേട്ടായി കൊണ്ട് വേറെ സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കില്ലേ? ചെല്ലക്കുട്ടി. ചേച്ചി പോന്നു. ഞാൻ വന്നിട്ട് കുറച്ചായി. അയ്യോ, ചായ വേണ്ടായിരുന്നു. വേണ്ടേ? അല്ല, ഞാൻ കുടിക്കും. ഇവള് കുടിക്കില്ല. ചേച്ചി, എനിക്കൊരു ഫ്രഷ് ലൈം അടിച്ചു തരും. നാരങ്ങ ഇല്ലാന്ന് തോന്നുന്നു. എൻ്റെ ചേച്ചി, ഞാൻ ഫ്രിഡ്ജിൽ കണ്ടതാ. ചേച്ചി, പിന്നെ രാത്രി എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തിയാ. നല്ല ചായ. ആദ്യേട്ടാ, ഇവരിപ്പോ ഇവിടുന്ന് പറഞ്ഞു വിടണോ? എൻ്റെ പൊന്നു ബാല, 2 ദിവസം കഴിഞ്ഞ് അവരോടൊന്ന് പോകും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ചക്കരയല്ലേ? ചക്കരയും മഞ്ചാരയൊക്കെ തന്നെയാ. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇവിടെ ഒന്നുമില്ലല്ലോ, അവൻ്റെ കസിനല്ലേ. ഒരു സഹായം ചോദിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ അനിയനെ നമ്മുടെ കല്യാണത്തിനൊന്നും കണ്ടില്ലല്ലോ. അതിന് ചേച്ചിക്ക് ബോധമില്ലായിരുന്നല്ലോ. മാത്രമല്ല, ഞാൻ ഗോവയിലായിരുന്നു. ബാലയ്ക്ക് ബോധമില്ലായിരുന്നു. ഒരു മിനിറ്റ്, നിനക്കെന്തോടാ പരിപാടി? ചേട്ടാ, വെള്ളം എടുക്കാമെന്ന് പറയാതെ കേട്ടുപോയതാ. സോറി. ഓടാ. ബാലയ്ക്ക് ബോധമില്ലായിരുന്നു. എടോ ബാല,
വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ എനിക്ക് നോ എന്ന് പറയായിരുന്നു. പക്ഷേ ഇവനോട് എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് കൂടിയുണ്ട്. 2.5 വർഷം മുമ്പുള്ളൊരു ഏപ്രിൽ മാസം രാത്രി നടു റോഡിൽ ആക്സിഡൻ്റായി കിടന്നിരുന്ന എന്നെ അവൻ്റെ 2 കൈകളുകൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു അനിക്കുട്ടാ, താങ്ക് യു എന്ന്. എടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലേക്ക് പോകാൻ 2 വഴിയാണ്. ഒന്ന് കലൂർ വഴിയും പോവാം, ഒന്ന് ബൈപ്പാസ് വഴിയും പോവാം. കലൂർ വഴി പോയാൽ മെട്രോ പില്ലറിൻ്റെ തണലൊക്കെ പിടിച്ചു പോവാം, എന്നിട്ടും അവൻ ബൈപ്പാസ് വഴി പോകും. അതുകൊണ്ടാണോ ഏതോ ഒരു പട്ടി കുറുകെ ചാടി ആക്സിഡൻ്റായി റോഡിൽ ബോധം കെട്ട് കിടന്നിരുന്ന എന്നെ അവനിങ്ങനെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്നു. എൻ്റെ അനിക്കുട്ടൻ നമുക്കെത്തിക്ക് ഇമോഷൻ. എന്നിട്ട് ഏട്ടന് ആക്സിഡന്റ് ആയ കാര്യം എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? അതൊക്കെ പണ്ട് നടന്നല്ലേ ബാല. എന്നിട്ട് എന്തേലും പറ്റിയായിരുന്നോ? ആ കയ്യൊന്നു ഒടിഞ്ഞു. സാരില്ല, ഏട്ടന് ഇഷ്ടമുള്ളിടത്തോളം അവരിവിടെ നിന്നോട്ട്. എല്ലാം എൻ്റെ ബാലയുടെ ഇഷ്ടം. അറിയാതടാ, ഇതും കടന്നു പോകും. ചേച്ചി വേറെ, ഞാൻ കുക്ക് ചെയ്യാം. അയ്യോ വേണ്ട, ഇത് ഞാൻ ചെയ്തോളാം. അല്ല കുഴപ്പമില്ല, ഞാൻ കുക്ക് ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം. ചേച്ചി ചെല്ല്, റെസ്റ്റ് ചെയ്തോ. നല്ലൊരു കുട്ടിയായിരുന്നു. ഉറക്കം വരുന്നില്ലല്ലേ? ഇരിക്കെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവല്ലേ, ഉറക്കം വരാൻ ബുദ്ധിമുട്ടാ. ഞാൻ അറിഞ്ഞപ്പോ പിന്നെ കല്യാണ പെണ്ണെ നേരിട്ട് അഭിനന്ദനം അറിയിക്കാവെന്ന് വെച്ചു. വിവരം അറിയുമ്പോ അച്ഛനും അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും. നിഷ ജനിച്ചപ്പോ തൊട്ട് ഭാവിയെ പറ്റി അവർ എന്തെല്ലാം സ്വപ്നം കണ്ടു കാണും. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് പെട്ടെന്നൊരു ദിവസം ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയ ആർക്കെങ്കിലും സഹിക്കാൻ ഒക്കൂ? നിഷ ഉറങ്ങിക്കോട്ടമ്മേ. അതെങ്ങനെയാടി ഇന്നത്തെ ദിവസം ആ കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നേ? നിഷ അമ്മായിയുടെ വീട്ടിലാണെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് ഉറങ്ങുമായിരിക്കും. നാളത്തെ സ്ഥിതി എന്താ? ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ അവർക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? അതെ എന്താ ചേച്ചി? മോളെ, ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് രസമാണ്. പക്ഷേ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ പാരൻസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെന്തോരം വിഷമിക്കുന്നുണ്ടാവും. മോളുടെ കല്യാണത്തിനെ കുറിച്ച് എന്തോരം സ്വപ്നം കണ്ടവരാ. അതുകൊണ്ട് കുട്ടി, ഞാനേ പറയുന്ന കാര്യം കേൾക്ക്. മോള് തിരിച്ച് വീട്ടിൽ പോന്നേ, എന്നിട്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്, അന്തസ്സായിട്ട് കല്യാണം നടത്തുക. അല്ലാതെ ഈ ഒളിച്ചോട്ടെന്നൊക്കെ പറയണ മോശമല്ലേ? അവർ കല്യാണം നടത്തി തന്നില്ലെങ്കിലോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പയ്യനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. വേറെ എന്ത് വേണേലും എന്നോട് പറഞ്ഞോ. അനീനെ ഉപേക്ഷിക്കാൻ മാത്രം എന്നോട് പറഞ്ഞോ. കുത്തി കൊന്നളി ഞാൻ. ചോരണ്ട അറുപ്പ് തീരാത്തോളം ഞാൻ. പിന്നെ എനിക്കൊരു പേരുണ്ട്, ആൻസി. അല്ലാതെ കുട്ടി മോളെ എന്നൊക്കെ വിളിക്കാൻ വന്ന അറിയാലോ, ചോര. പോ. ഈശ്വര, മോളെന്ന് വിളിച്ച സിംഹത്തിന്റെ മടയിലോട്ടാണല്ലോ കീറി ചെന്നത്. അയ്യോ ചോര.
നീണ്ട നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ കാത്തിരുന്ന എൻ്റെ സ്വന്തം ആദ്യരാത്രി. ഇനി ഇമാതിരി വേട്ടാവളിയനായിട്ട് ഈ വീട്ടിൽ കണ്ട നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. ചേട്ടാ എന്താ ഇവിടെ? ആ ഞാനിവിടെ. എടാ നീ എന്താടാ ഇങ്ങനെ? അത് തന്നെ ആദ്യരാത്രി അല്ല. അതിലെത്രയാണോ മോൻ്റെ ഇങ്ങനെ വന്നേ നീ? ഫസ്റ്റ് നൈറ്റ് അല്ലേ? നടത്താ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങടാ. അയ്യേ ചേട്ടയുടെ കൂടെയാ? ഡാടാ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ള നേരി കയറി നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങടാ എനിക്കുട്ടാ. ചേട്ടായി ബാക്കിയുള്ള കുളമായി ഇരിക്കുമ്പോഴാണ് ഇയാളെ കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യടാ. ആദ്യരാത്രി അല്ല.